ഹലോ കൂട്ടുകാരെ, വൈറ്റ്ബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BSc ഫിസിക്സ് ഫസ്റ്റ് സെമസ്റ്റർ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വേരിയസ് നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണ്, എന്തൊക്കെ നമ്പർ സിസ്റ്റംസ് ആണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലോട്ട് എങ്ങനെ നമുക്ക് കൺവേർഷൻ ചെയ്യാം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാം ആ ഒരു വേരിയസ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുൻപായിട്ട് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു നമ്മളിവിടെ കൺവേർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ബേസിക്കലി ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. നമുക്ക് മെയിൻലി ഇത്രയും നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എങ്ങനെയൊക്കെയാണ് ആ കൺവേർട്ട് ചെയ്യുന്ന രീതി എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒരു ഡെസിമൽ നമ്പർ നമുക്ക് തന്നു എന്ന് വെക്കാം. ആ നമ്പറിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ അതിൽ ഇൻറ്റീജർ പാർട്ട് ഉണ്ടോ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് തരുന്ന ചില നമ്പറിനകത്ത് ചിലപ്പോൾ ഇൻറ്റീജർ പാർട്ട് മാത്രമേ കാണുള്ളൂ, ചിലതിനകത്ത് ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ കാണുള്ളൂ. എന്നാൽ മറ്റു ചിലതിനകത്ത് രണ്ടും കൂടെ കാണും, അതായത് ഇൻറ്റീജർ പാർട്ടും കാണും ഫ്രാക്ഷണൽ പാർട്ടും കാണും. ഓക്കെ, അപ്പം എന്താണ് ഇൻറ്റീജർ പാർട്ട്, എന്താണ് ഫ്രാക്ഷണൽ പാർട്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ 16.25 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്ന് വെക്കുക. 16.25 ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിനെയാണ് നമ്മൾ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. 16 എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. പോയിന്റിന്റെ റൈറ്റിലുള്ള, അതായത് 0.25, 16 ശേഷം ബാക്കി എന്താണ് 16 പ്ലസ് 0.25 അല്ലേ 16.25. അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ബാക്കി ഭാഗം 0.25 എന്ന് പറയുന്ന പാർട്ടാണ് ഈ ഒരു നമ്പറിനകത്തെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ 16.25 പോലെയുള്ള നമ്പർ തന്നു കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇൻറ്റീജർ പാർട്ടായിട്ടുള്ള 16 ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടായിട്ടുള്ള 0.25 ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നാൽ വേറെ ചില നമ്പറിൽ ഫോർ എക്സാമ്പിൾ 16 എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റിന് ശേഷം ഒന്നുമില്ല, 16.00 ആണ്. അതായത് അതിന് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല, അതിന് ഒൺലി ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് മനസ്സിലായി. ഇനി 0.25 എന്ന് പറയുന്നൊരു നമ്പർ ആണെങ്കിൽ ഇവിടെ ഇതിന് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, അതായത് അതിന് ഇൻറ്റീജർ പാർട്ട് ഇല്ല, എന്നാൽ അതിന് എന്തുണ്ട്, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്. 0.25 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്. സോ നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇൻറ്റീജർ പാർട്ട് ഉണ്ടോ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടോ അത് രണ്ടും കൂടെ ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻറ്റീജർ പാർട്ട് ഉണ്ടെങ്കിൽ ആ ഇൻറ്റീജർ പാർട്ടിനെ എടുക്കാം. ആ ഇൻറ്റീജർ പാർട്ട് ഫോർ എക്സാമ്പിൾ 16.25 ആണെങ്കിൽ 16.25 ഇൻറ്റീജർ പാർട്ട് 16 ആണ്. സോ നമ്മൾ ആ 16നെ എടുത്തു. അതിനുശേഷം നമുക്ക് ഡെസിമലിനെ ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ബൈനറി എന്ന് പറയുമ്പോൾ അവിടുത്തെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്താണ്, 2 ആണ്. കാരണം അതിൽ രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. സോ അത് 1ഉം 0ഉം, അതുകൊണ്ട് അതിൻ്റെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഇൻറ്റീജർ പാർട്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിപ്പീറ്റഡ്ലി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ അവസാനം നമുക്ക് കോഷ്യൻ്റ് 0 കിട്ടുന്നിടം വരെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും നമുക്ക് റിമൈൻഡറും കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈ റിമൈൻഡർ നമ്മൾ എഴുതേണ്ടത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള റിമൈൻഡേഴ്സിൻ്റെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും നമ്മുടെ കൺവേർട്ടഡ് ബൈനറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട് എന്നുണ്ട് കരുതുക. ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് ഒരു ഇൻറ്റീജർ മാത്രമായിട്ട് കിട്ടുന്ന ഒരവസ്ഥ വരെ നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല. സോ ഞാൻ നിങ്ങളെ ഒരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് നന്നായിട്ടത് മനസ്സിലാവും. നമ്മുടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് 13 ഇൻറ്റു ബൈനറി, അതായത് 13നെ ബൈനറി ആക്കി മാറ്റണം. സോ 13 എന്ന് പറയുന്ന നമ്പർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ്, ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല.
കാരണം പോയിന്റ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല, only 13. അപ്പം അവിടെ ഇൻറ്റീജർ പാർട്ടാണ് എന്ത് 13 എന്ന് പറയുന്നത്. സോ ഇൻറ്റീജർ പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ബൈനറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയുടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് 13നെ 2 കൊണ്ട് റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 13 വരില്ല, 12 ആണ് വരുന്നത്. 12 എപ്പോഴാണ്? 6ലാണ്. സോ 6 എഴുതി. 13 മൈനസ് 12 എത്രയാണ്? 1 ആണ്. ഇനി 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഡിവിസിബിൾ ആണ്. സോ 3ലാണ് വരുന്നത്. 3 എഴുതി. ഡിവിസിബിൾ ആയത് കാരണം റിമൈൻഡർ 0. ഇനി 3നെ 2 കൊണ്ട് ചെയ്തപ്പോൾ ഡിവിസിബിൾ അല്ല, 2 വരുന്നു. 3 അല്ല 2 ആണ് വരുന്നത്. സോ 2 വരുന്നത് 1, 2 × 1 ആണ്. സോ 1 എഴുതി. എന്നിട്ടോ 3 മൈനസ് 2 1, റിമൈൻഡർ 1 ഇവിടെ എഴുതുന്നു. ദെൻ അഗെയിൻ 2 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും കോഷ്യൻ്റ്. എന്നിട്ട് റിമൈൻഡർ 1 എഴുതുന്നു. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡേഴ്സ് 1 0 1 1 എന്ന് കിട്ടി. ബട്ട് നമ്മൾ ഇങ്ങനെയല്ല എഴുതുന്നത്, ഇതിന് റിവേഴ്സ് ഓർഡറിലാണ് എഴുതുന്നത്, താഴേന്ന് മേപ്പോട്ടാണ്. അപ്പോൾ 1 1 0 1 എന്നുള്ളതാണ് എന്തിൻ്റെ ബൈനറി ഫോം? 13 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഫോം എന്ന് പറയുന്നത് 1 1 0 1 ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇൻറ്റീജർ പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇൻറ്റീജർ പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ബൈനറിയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബൈനറിയുടെ ബേസ് 2 ആയത് കാരണം 2 കൊണ്ട് റിപ്പീറ്റഡ്ലി നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് കിട്ടിയ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബൈനറി ഔട്ട്പുട്ടായി. എന്നാൽ ഇനി നമുക്കൊരു ഫ്രാക്ഷണൽ പാർട്ട് 0.6875 എന്ന് പറയുന്ന പോലത്തെ ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇതിന് ഇൻറ്റീജർ പാർട്ട് ഇല്ല. പോയിന്റിന് ലെഫ്റ്റ് സൈഡ് 0 ആണ്, റൈറ്റ് സൈഡേ ഉള്ളൂ. അതുകൊണ്ട് 0.6875ന് ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ നമ്മളിവിടെ ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ സിസ്റ്റം ഏതാണോ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബൈനറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബൈനറിയുടെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ 0.6875നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1.375 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് നമ്മൾ ഇവിടെ റിമൈൻഡർ ആക്കി എഴുതണം. ഓക്കെ. ഇവിടെ ഇപ്പം 1.375 ആണ്. ഇതിൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ആയത് കാരണം അത് നമ്മൾ ഇങ്ങോട്ടേക്ക് റിമൈൻഡർ ആക്കി എഴുതി. അതിനുശേഷം ഈ 1.375ൽ നിന്നും ഈ 1 മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.375 എന്ന് കിട്ടും. ഓക്കെ. ആ 0.375നെ 2 കൊണ്ട് അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.75 കിട്ടും. 0.75ൻ്റെ ഇൻറ്റീജർ പാർട്ട് 0 ആണ്, അത് റിമൈൻഡർ ആക്കി എഴുതി. 0.75 മൈനസ് 0 എന്താണ്? 0.75 തന്നെയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 0.75 × 2 ചെയ്യുമ്പോൾ നമുക്ക് 1.5 കിട്ടും. 1.5ൻ്റെ ഇൻറ്റീജർ പാർട്ട് 1 ആണ്, അത് റിമൈൻഡർ ആക്കി എഴുതി. എന്നിട്ടോ 1.5 മൈനസ് 1 ചെയ്തു. അപ്പോൾ നമുക്ക് 0.5 കിട്ടി. 0.5നെ അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1.0 എന്ന് കിട്ടി. ഇൻറ്റീജർ പാർട്ട് 1 ആണ്, അതിനെ റിമൈൻഡർ ആക്കി എഴുതി. അപ്പോൾ നമുക്കിവിടെ ഫൈനലി ഒരു ഇൻറ്റീജർ കിട്ടി. ഓക്കെ. ആ ഇൻറ്റീജർ കിട്ടുന്നിടം വരെയാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ 2, ഇവിടുത്തെ ബേസ് 2 ആയത് കാരണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറിൻ്റെ ഇൻറ്റീജർ പാർട്ട് റിമൈൻഡർ ആക്കി എഴുതുക. എന്നിട്ട് ആ കിട്ടിയിട്ടുള്ള ഇതിൽ നിന്ന് ആ റിമൈൻഡർ മൈനസ് ചെയ്തിട്ട് അതിനെ ഇവിടെ ഇപ്പോൾ 1.375 മൈനസ് 1 അത് നമുക്ക് 0.375 കിട്ടുന്നു. അതേ ഇൻറ്റു അഗെയിൻ 2 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0.75. ഇവിടുത്തെ ഇൻറ്റീജർ പാർട്ട് അഗെയിൻ റിമൈൻഡർ ആക്കി എഴുതുന്നു. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.75 തന്നെയാണ് കിട്ടുന്നത്. അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 1.5 കിട്ടി. അതിൻ്റെ ഇൻറ്റീജർ പാർട്ട് റിമൈൻഡർ ആക്കി എഴുതി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. 1.5 മൈനസ് 1 0.5, അതേ ഇൻറ്റു 2 ചെയ്തു. അഗെയിൻ നമുക്ക് 1.0 ഇൻറ്റീജർ പാർട്ട് 1 റിമൈൻഡർ ആക്കി എഴുതി. ഇത്രയേ ഉള്ളൂ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പോൾ ഈ കേസിൽ നമ്മൾ 1011 റിവേഴ്സ് ഓർഡറിലല്ല, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഫ്രാക്ഷണൽ പാർട്ട്. നമ്മൾ ഇൻറ്റീജർ പാർട്ട് ചെയ്യുമ്പോഴാണ് താഴെ നിന്ന് മുകളിലോട്ട്, ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താപ്പോട്ടേക്കാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ 1011 എന്നാണ്. സോ പക്ഷെ നമ്മളിത് ആൻസർ എടുത്ത് എഴുതുമ്പോൾ സിംപ്ലി 1011 അല്ല, കാരണം ഇവിടെ നമുക്ക് 0.6875 ആയിരുന്നു. സോ ഇവിടെ 0.1011 ടു ദ ബേസ് 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒന്നുകിൽ ഇൻറ്റീജർ പാർട്ട് മാത്രമുള്ള ഒരു നമ്പർ, ഡെസിമൽ നമ്പർ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമുള്ള ഒരു നമ്പർ. ഇനി
13.25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കി മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഇൻറ്റീജർ പാർട്ടായിട്ടുള്ള 13 ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടായിട്ടുള്ള 0.25 ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? സോ ആദ്യം ഇൻറ്റീജർ പാർട്ട് എടുക്കുക, എന്നിട്ട് ഇൻറ്റീജർ പാർട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്യുക. 13നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവസാനം റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഓക്കെ, അതിനുശേഷം ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ പാർട്ടിനെ ആ രീതിയിൽ ചെയ്യുക. 0.25 × 2 0.5 കിട്ടി. ഇവിടുത്തെ ഇൻറ്റീജർ പാർട്ട് 0 റിമൈൻഡർ ആക്കി എഴുതി. 0.5 - 0 0.5 0.5 × 2 എഗെയിൻ നമുക്ക് 1 കിട്ടി. 1 ഇൻറ്റീജർ പാർട്ട് 1 റിമൈൻഡർ ആക്കി എഴുതി. അങ്ങനെ ഇത് അവസാനിച്ചു. ഇവിടെ മുകളിൽ നിന്ന് താപ്പോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇത് എഴുതുന്ന സമയത്ത് ഇൻറ്റീജർ പാർട്ട് പോയിന്റ് ഫ്രാക്ഷണൽ പാർട്ട്, അപ്പം 1101.01 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡെസിമൽ നമ്പർ ടു ബൈനറി കൺവേർഷൻ. സിമ്പിൾ അല്ലേ? സോ ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിനെ നിങ്ങൾ അതിന് ഫ്രാക്ഷണൽ പാർട്ടുണ്ടോ ഇൻറ്റീജർ പാർട്ടുണ്ടോ അത് രണ്ടും കൂടാണോ വരുന്നത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ സോൾവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ബേസ് ഓർ റാഡിക്സ് വെച്ച് റിപ്പീറ്റഡ്ലി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ നിങ്ങളുടെ ഔട്ട്പുട്ടായി. എന്നാൽ ഫ്രാക്ഷണൽ പാർട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷണൽ പാർട്ടിനെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൻ്റെ ഇൻറ്റീജർ പാർട്ടിനെ റിമൈൻഡർ ആക്കി എഴുതുക. എന്നിട്ട് ആ റിമൈൻഡർ ഈ ഒരു നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതെന്ന് മൈനസ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയതിനെ പിന്നെ എഗെയിൻ നിങ്ങൾ ബേസ് ഓർ റാഡിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ പ്രോസസ്സ് ടിൽ ഒരു ഇൻറ്റീജർ കിട്ടുന്നത് വരെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. നേരത്തെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. സോ ഇത് കൂടാതെ ഇനി ഇൻറ്റീജർ ആൻഡ് ഫ്രാക്ഷൻ ഒരുമിച്ച് വരുന്ന ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്പറേഷൻസ് നിങ്ങൾ അവിടെ ചെയ്യുക. അതായത് ഇൻറ്റീജർ പാർട്ടിൻ്റെതായിട്ടുള്ള രീതി മെത്തേഡ് ഫോളോ ചെയ്ത് അത് കണ്ടുപിടിക്കുക, ഫ്രാക്ഷണൽ പാർട്ടിൻ്റെതായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്ത് ഫ്രാക്ഷണൽ പാർട്ടും കണ്ടുപിടിച്ചിട്ട് ഫൈനൽ ആൻസർ ഒരുമിച്ച് പോയിന്റ് ഇട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കാണും. ഈ ഒരു കൺവേർഷൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. അപ്പം കൺവേർഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഈസിയാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കുക. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു.